പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 159 വചനത്തിൻ്റെ തുടക്കഭാഗം ചില പൂഴ്ത്തിവെപ്പുകാരെക്കുറിച്ചാണ്, മൂടിവെക്കുന്നവരെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച അൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, അൽ ആയാത്തുൽ ബയ്യിനാത്ത്, അപ്രകാരം അല്ലാഹു അവതരിപ്പിച്ച അൽ ഹുദ, സന്മാർഗ സന്ദേശങ്ങളായ വിജ്ഞാനങ്ങൾ, അറിവുകൾ, ഇവയെയാണ് മൂടിവെക്കുന്നത്. അതും മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസ്. അല്ലാഹു പറയുന്നു, നാം മുഴു ലോകർക്കും അത് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം. എവിടെ? ഫിൽ കിതാബ്, കിതാബുകളിൽ. ഇവിടെ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അത് ഇസ്മുൽ ജിൻസാണ്. വേദങ്ങളിൽ, വേദ പുസ്തകങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബിമാരെ നിയോഗിച്ചപ്പോൾ അവരോടൊപ്പം കിതാബുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുമുൽ കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് റസൂലുമാരെ അയച്ചു, അവരുടെ കൂടെ കിതാബുകളും അയച്ചു എന്നാണല്ലോ ഈ വചനത്തിൻ്റെ തേട്ടം. കാനന്നാസു ഉമ്മതൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ വഅൻസല മഅഹുമുൽ കിതാബ ബിൽ ഹഖ്. സുവിശേഷവാഹകരായി, താക്കീതുകാരായി നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചപ്പോൾ അവരുടെ കൂടെ കിതാബ് അവതരിപ്പിച്ചതിനെയാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരം വേദ പുസ്തകങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുഴു ലോകർക്കും, അവർ വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ വ്യത്യാസമില്ലാതെ കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് ശേഷം സന്മാർഗ സന്ദേശങ്ങളായ വിജ്ഞാനങ്ങളും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും പൂഴ്ത്തിവെക്കുന്ന അക്രമികൾ, അപകടകാരികൾ, അവരെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായത്. അത് കൊടിയ പാതകമാണ്, വഞ്ചനയാണ്, അന്യായമാണ്. അതുകൊണ്ട് തന്നെ അവർക്കെന്ത്? അതാണ് ഇനി ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അക്കൂട്ടർ, അവരെ യൽഅനുഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ലഅനത്ത് ചെയ്യും. വയൽഅനുഹുമുൽ ലാഇനൂൻ, ലഅനത്ത് ചെയ്യുന്നവരും അവരെ ലഅനത്ത് ചെയ്യും. എന്താണ് ഈ പൂഴ്ത്തിവെപ്പുകാർ, മറച്ചു പിടിക്കുന്നവർ അർഹിക്കുന്ന ഈ ശിക്ഷ? എന്താണ് ഈ ലാനത്ത്? അറബി ഭാഷയിൽ ലാനത്ത് ഇബ്ആദിനെയും തർദിനെയുമാണ് അറിയിക്കുക, ദൂരപ്പെടുത്തുക, അകറ്റി നിർത്തുക എന്നതിനെ. മലയാള ഭാഷയിൽ ദോഷം വരാനുള്ള പിരാക്കാണ് ശാപം. ലാനത്തിന് പൊതുവെ ശാപം, ശപിക്കുക എന്നൊക്കെയാണ് അർത്ഥം പറയാറ്. പക്ഷേ ഈ ഒരു ആശയത്തിലല്ല വിശുദ്ധ ഖുർആനിലും തിരുമൊഴികളിലും വന്ന ഈ ലാനത്ത് പ്രയോഗമുള്ളത്. ഒരാൾക്ക് ദുഷ്പേരും ദോഷബാധയും ഒക്കെ ഏൽക്കുന്നതിനെ ലാനത്ത് എന്ന് പറയാറുണ്ട്. അബൈതല്ലാൻ എന്ന അറബികൾ സർവ്വസാധാരണമായി അഭിസംബോധന ചെയ്യാറുണ്ട്. വിശിഷ്യ രാജാക്കന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ. ഉബൈദ ഇബ്നു റബീഅ അൽമാസിനി ചൊല്ലിയ ഒരു കവിതയുണ്ട്. അബൈതല്ലാന ഇന്ന സകാബിഇൽഖുൻ നഫീസുൻ ലാ തുആറു വലാ തുബാഉ. ഉബൈദ് അൽമാസിനിയോട് ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ സക്കാബി എന്ന് വിളിക്കപ്പെടുന്ന കുതിരയെ ആവശ്യപ്പെട്ടപ്പോൾ രാജാവിനോടുള്ള ഉബൈദയുടെ മറുപടിയാണ് അബൈതല്ലാൻ ഇന്ന സകാബിഇൽഖുൻ നഫീസുൻ ലാ തുആറു വലാ തുബാഉ എന്ന്. ആ തുടക്കത്തിൽ അബൈതല്ലാൻ എന്ന് പറഞ്ഞാൽ ആളുകളാൽ ദുഷ്പേരും ദുഷ്കീർത്തിയും ന്യൂനതയും പറയപ്പെടുന്നതിൽ നിന്നെല്ലാം താങ്കൾ സുരക്ഷിതമാകട്ടെ, അങ്ങനെയുള്ളതൊന്നും താങ്കൾ ചെയ്യാതിരിക്കട്ടെ എന്നുള്ള ഒരു തരം തേട്ടമാണ്.
എന്നിട്ട് തൻ്റെ കുതിരയെക്കുറിച്ച് പറഞ്ഞതാണ് ഇന്ന സക്കാബി ഇൽഖുൻ നഫീസുൻ. ഈ സക്കാബി എന്ന കുതിര അത് അമൂല്യമാണ്, അത് മനസ്സിൽ പൂണ്ടുപോയ ഒരു വിഷയമാണ്. അതിനാൽ തന്നെ ലാ തുആറു വലാ തുബാഉ, അത് ഒരിക്കലും ആർക്കും ഉപയോഗിക്കാൻ നൽകുകയോ വിൽക്കപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയില്ല എന്ന്. ലാനത്ത് പിരാകുക അല്ലെങ്കിൽ ശപിക്കുക എന്ന് പൊതുവെ വിവർത്തനം ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ അറബി ഭാഷയിൽ പൊതുവിലും പ്രമാണവചനങ്ങളിലും ഇത്തരം ഒരു ആശയമല്ല അതിനുള്ളത്. യൽഅനുഹുമുല്ലാ എന്ന് പറഞ്ഞാൽ യുബ്ഇദുഹുമുല്ലാഹു മിർ റഹ്മതിഹി, അത്തരക്കാരെ അള്ളാഹു തൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെ നിർത്തും, മാറ്റി നിർത്തും എന്നാണ്. അല്ലെങ്കിൽ യത്റുദുഹുമുല്ലാഹു മിനൽ ഖൈർ, നന്മയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ദൂരം നിർത്തും എന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൽ നിന്നുള്ള നന്മ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം, അള്ളാഹുവിൻ്റെ ജന്നത്ത്, അള്ളാഹുവിൻ്റെ നിഅമത്ത്, ഇതിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അകറ്റി നിർത്തും എന്നാണ് യൽഅനുഹുമുല്ലാഹ് എന്നതിൻ്റെ താൽപ്പര്യം. വയൽഅനുഹുമുല്ലാഇനൂൻ, ലഅനത്ത് ചെയ്യുന്നവർ, അതാണ് അല്ലാഇനൂൻ, അവരും ഈ പൂഴ്ത്തിവെപ്പുകാരെ ലഅനത്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അവർക്ക് ലഅനത്തുണ്ടാകാൻ ഇവർ അള്ളാഹുവിനോട് കേഴും തേടും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഖൈറിൽ നിന്ന് അള്ളാഹു അവരെ അകറ്റി നിർത്താൻ, ദൂരപ്പെടുത്താൻ ലഅനത്ത് ചെയ്യുന്നവർ അള്ളാഹുവിനോട് അപേക്ഷിക്കും, അർത്ഥിക്കും എന്നുള്ളതാണ്. പക്ഷേ പൊതുവെ ഈ ഒരു ലഅൻ അല്ലെങ്കിൽ ലഅനത്ത് അതിനെ പരിഭാഷപ്പെടുത്തുമ്പോൾ ശാപം, ശപിക്കൽ, ദോഷമേൽക്കുവാനുള്ള പിരാകൽ എന്നൊക്കെയാണ് തർജ്ജമ ചെയ്യപ്പെടാറുള്ളത്. ലഅനത്ത് അല്ലെങ്കിൽ ലഅൻ എന്ന പദം അറിയിക്കുന്ന ആശയത്തോട് ഏറ്റവും അടുത്ത മലയാള പദം എന്നതിനാലാണ് ശപിക്കുക എന്ന് അല്ലെങ്കിൽ പിരാകുക എന്ന് അർത്ഥം പറയാറുള്ളത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഭാഗം റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരപ്പെടുത്തുക എന്നുള്ള വിഷയം, അതാണ് അതിനാൽ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉലായിക യൽഅനുഹുമുല്ലാഹ് എന്ന പ്രയോഗത്തിൽ ഉലായിക എന്നുള്ളത് ഇസ്മുൽ ഇഷാറയാണ്. അത് വിദൂരത്തേക്ക് ചൂണ്ടാനാണ് പ്രയോഗിക്കപ്പെടുക. അടുത്തേക്ക് ചൂണ്ടാനായിരുന്നുവെങ്കിൽ ഹാ ഉലായി എന്നാണ് പ്രയോഗിക്കേണ്ടിയിരുന്നത്. അടുത്ത് പരാമർശിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ എന്നിടത്ത് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഉലായിക്, അക്കൂട്ടർ എന്ന് അർത്ഥം തരുന്ന ഇസ്മുൽ ഇഷാറ അൽ ബഈദ്, വിദൂരത്തേക്ക് ചൂണ്ടാനുള്ള ആ ഇസ്മിനെ പ്രയോഗിച്ചത് എന്തിന്? തൻബീഹൻ അലാ ഖുബ്ഹി അമലിഹിം വഗായതി ബുഅദിഹി ഫിൽ ഇജ്റാം വൽ ഇഫ്സാദ്. ഈ പൂഴ്ത്തിവെപ്പുകാരുടെ പൂഴ്ത്തലും തമസ്കരിക്കലും ഏറെ മോശമാണ്, വിദൂരമായ കുറ്റകൃത്യമാണ് എന്നത് ഉണർത്താനാണ് ഇവിടെ ഉലായിക പ്രയോഗിച്ചത്. യൽഅനുഹുമുല്ലാഹ് എന്നിടത്ത് യൽഅനു എന്നത് വർത്തമാന ഭാവി കാലക്രിയയാണ്. അത് ഹാലിനെയും മആലിനെയും അഥവാ വർത്തമാനത്തെയും ഭാവിയെയും അറിയിക്കുന്ന ക്രിയയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രൂരത ചെയ്യുന്നവർ, കുറ്റകൃത്യം നിർവഹിക്കുന്നവർ, അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ലഅനത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന ആശയം തരാനാണ് അവിടെ ഇത്തരം ക്രിയയുടെ പ്രയോഗം. എപ്പോഴൊക്കെ ഈ പൂഴ്ത്തിവെക്കൽ പ്രവണത, തമസ്കരിക്കൽ സ്വഭാവം ആളുകളിലുണ്ടാകുമോ അവർക്കൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ള ലഅനത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നതാണ് അവിടുത്തെ വിഷയം. ഇവിടെ യൽഅനുഹുമുല്ലാഹ്, അള്ളാഹു അവരെ ലഅനത്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഈ ഒരു കോർവയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സഗൗരവമാണ് ഈ ഒരു വിഷയം ഉണർത്തുന്നത് എന്ന് വ്യക്തമാകാൻ, ബോധ്യപ്പെടാൻ ആയത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ശൈലി നോക്കൽ, അതിൻ്റെ പ്രയോഗവും ശൈലിയും പണ്ഡിതന്മാർ എടുത്തുണർത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ എന്നാണ്. നാം അവതരിപ്പിച്ച
അൽ ബയ്യിനാത്ത് വൽ ഹുദ എന്നാണ്. തുടർന്ന് മിൻ ബഅദി മാ ബയ്യന്ന, നാം വ്യക്തമാക്കിയതിന് ശേഷം, പ്രകടമാക്കിയതിന് ശേഷം എന്നാണ് പ്രയോഗിച്ചത്. അപ്പം അൻസൽന നാം ഇറക്കി, ബയ്യന്ന നാം വ്യക്തമാക്കി, പ്രകടമാക്കി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തന്നെക്കുറിച്ച് നാം എന്ന് തഅളീമിൻ്റെ പ്രയോഗം, ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രയോഗമാണ് നടത്തിയത്. അപ്പോൾ ആ തുടർച്ചയിൽ ഉലായിക നൽഅനുഹും, അക്കൂട്ടരെ നാം ലാനത്ത് ചെയ്യും എന്നായിരുന്നു പ്രയോഗം വരേണ്ടിയിരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽഅനുഹും എന്ന് പറയാതെ യൽഅനുഹുമുല്ലാഹ്, അള്ളാഹു അവരെ ലാനത്ത് ചെയ്യും എന്നാണ് പ്രയോഗിച്ചത്. ഇങ്ങനെ പ്രയോഗിക്കുന്നതിനാണ് അറബി ഭാഷയിൽ, സാഹിത്യത്തിൽ അൽ ഇൽത്തിഫാത്ത് എന്ന് പറയുക. സർവനാമങ്ങൾ ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ, ഇങ്ങനെ 3 രീതിയിലാണ്. ദമീറുകൾ മുത്തക്കല്ലിമിൻ്റേത്, മുഖാത്തബിൻ്റേത്, ഗായിബിൻ്റേത്. മുത്തക്കല്ലിമിൻ്റെ ദമീറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ പ്രയോഗിച്ചത്, അൻസൽന, ബയ്യന്ന എന്നൊക്കെ. പക്ഷേ പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തക്കല്ലിമായ ദമീർ പ്രയോഗിക്കേണ്ടടുത്ത് അത് പ്രയോഗിക്കാതെ ഇസ്മുൽ ബാഹിർ, അല്ലാഹ് എന്നുള്ള ഇസ്മുൽ ജലാലത്ത് അത് പ്രയോഗിച്ചു. ഇതുപോലത്തെ ശൈലിക്കാണ് ഇൽത്തിഫാത്ത് എന്ന് പറയുക. അതെന്തിനാ? ആരോടാണോ അഭിസംബോധന ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയെ കൂടുതൽ ക്ഷണിക്കുന്നതിന് വേണ്ടി, അവരെ കൂടുതൽ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തേത് സന്ദർഭാനുസരണം മനസ്സിലാക്കുവാനുള്ള മറ്റൊരു ഫായിദ ഈ ഇൽത്തിഫാത്തിനുണ്ട്. ഇവിടെ അത് നൽഅനുഹും എന്ന് പറയുന്നതിന് പകരം യൽഅനുഹുമുല്ലാഹ് എന്ന് പറയുന്നത്, അള്ളാഹുവാണ് അവരെ ശപിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഏറെ ഗൗരവതരമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഉലായിക നൽഅനുഹും, അത്തരക്കാർ അവരെ നാം ലാനത്ത് ചെയ്യും എന്ന് പ്രയോഗിക്കുന്നതിനേക്കാൾ ഗാംഭീര്യവും ഗൗരവമുണ്ട് യൽഅനുഹുമുല്ലാഹ്, അള്ളാഹു അവരെ ലാനത്ത് ചെയ്യും എന്ന് പ്രയോഗിക്കുമ്പോൾ. സംസാരിക്കുന്നവൻ തന്നെക്കുറിച്ച് താൻ എന്ന് പറഞ്ഞ് വിഷയം അവതരിപ്പിക്കുമ്പോൾ അതേറ്റവും ഗൗരവതരമായ പ്രയോഗമാണ് അറബി ഭാഷയിൽ. ഒരു രാജാവ് പറയുകയാണ്, ഇന്നൽ മലിക യഅ്മുറുക്കും ബികദ വകദ, രാജാവ് നിങ്ങളോട് ഇന്നത് കൽപ്പിക്കുന്നു. കൽപ്പിക്കുന്നവൻ രാജാവാണ്, തന്നെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ കൽപ്പിക്കുന്നു എന്നതിന് പകരം രാജാവ് കൽപ്പിക്കുന്നു എന്ന്. ആ ഞാൻ എന്ന പ്രയോഗത്തേക്കാൾ കൂടുതൽ ഗൗരവം തുളുമ്പുന്ന പ്രയോഗമാണ് രാജാവ് കൽപ്പിക്കുന്നു എന്ന് രാജാവ് തന്നെക്കുറിച്ച് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ ഉലായിക യൽഅനുഹുമുല്ലാഹ് എന്ന ഈ പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വയൽഅനുഹുമുൽ ലാഇനൂൻ, ഇവിടെ ഉലായിക യൽഅനുഹുമുല്ലാഹു വല്ലാഇനൂൻ എന്ന് പറയാതെ വയൽഅനുഹും എന്നതിനെ മടക്കി കൊണ്ടുവന്നു. ആ പ്രയോഗവും അറിയിക്കുന്നത് ഈ പൂഴ്ത്തിവെപ്പുകാരുടെ, മറച്ചു പിടിക്കുന്നവരുടെ, തമസ്കരിക്കുന്നവരുടെ കുറ്റത്തിൻ്റെ ഗൗരവത്തെയാണ്. അതിനാൽ അവരർഹിക്കുന്ന, അവരേൽക്കേണ്ടി വരുന്ന ശിക്ഷയുടെ കഠോരതയെയുമാണ്. വയൽഅനുഹും അല്ലാഇനൂൻ, ലാനത്ത് ചെയ്യുന്നവരും അവർക്ക് അള്ളാഹുവിൻ്റെ ലാനത്തുണ്ടാകാൻ തേടും, ആവശ്യപ്പെടും എന്ന് പറയുമ്പോൾ ആരാണ് ഈ അല്ലാഇനൂൻ? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 161 വചനം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത് പഠിക്കാനിരിക്കുന്ന വചനം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാനത്ത് ചെയ്യുന്ന ചിലരെ ഉണർത്തിയിട്ടുണ്ട്. ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. അവിശ്വസിച്ചവർ, അവിശ്വാസികളായി മരണപ്പെട്ടവർ, അവരിൽ അള്ളാഹുവിൻ്റെ ലാനത്തും മുഴുവൻ മലക്കുകളുടെ ലാനത്തും മുഴു ജനങ്ങളുടെയും ലാനത്തും ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ ഈ വചനം പറയുന്നത്. അപ്പോൾ ലാനത്ത് നിർവഹിക്കുന്നവരിൽ മലക്കുകളും മുഴുജനങ്ങളും ഉദ്ദേശിക്കപ്പെടും. ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറഞ്ഞു, അഖ്ബർ അല്ലാഹു അന്ന മൻ കതമൽ ഹഖ്ഖ ബഅദ ളുഹൂരിഹി വബയാനിഹി ഇൻദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുന്നു, സത്യം തനിക്ക് പ്രകടമായതിനു ശേഷം അത് പൂഴ്ത്തുന്നവർ, മറച്ചു വെക്കുന്നവർ, അന്നഹു മൽഊനും ബിലഅനത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ ലാനത്തിനാൽ, അവൻ്റെ റഹ്മത്തിൽ നിന്ന്
നന്മയിൽ നിന്ന് അകറ്റപ്പെട്ടവനാകുന്നു. വലഅനത്തില്ലാഇനീൻ, ലാനത്ത് ചെയ്യുന്നവരുടെ ലാനത്ത് കൊണ്ടും അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന്, ഖൈറിൽ നിന്ന് അകറ്റപ്പെട്ടവരാകുന്നു. ഇവിടെ വലഅനത്തില്ലാഇനീൻ എന്ന് പറഞ്ഞാൽ ഇമാം ഖുർത്തുബി പറയുന്നു വഹുമുൽ മലായിക, ഉദ്ദേശം മലക്കുകളാണ്. മലക്കുകൾ ലാനത്ത് ചെയ്യുന്നതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതും നമ്മൾ തിരുമൊഴികളിൽ പലത് വായിക്കുന്നുണ്ട്. മൻ അഷാറ ഇല അഖീഹി ബിഹദീദത്തിൻ, സഹോദരനിലേക്ക് ഒരാൾ ആയുധം കൊണ്ട് ചൂണ്ടിയാൽ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ യദഅഹു, ആ ചൂണ്ടിയ ആയുധം അവൻ ഒഴിവാക്കുന്നത് വരെ മലക്കുകൾ അവനെ ലഅനത്ത് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. ചില നിവേദനങ്ങളിൽ വഇൻ കാന അഖാഹു ലി അബീഹി വ ഉമ്മിഹി, വാപ്പയും ഉമ്മയും ഒത്ത പൂർണ്ണ സഹോദരനാണ് തൻ്റെ സഹോദരന് നേരെ ഇത് ചൂണ്ടുന്നതെങ്കിലും മലക്കുകളുടെ ലാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ്. മറ്റൊരു തിരുമൊഴിയിൽ ഇദാ ബാതത്തിൽ മർഅതു ഹാജിറതൻ ഫിറാശ സൗജിഹ, ഭർത്താവിൻ്റെ വിരിപ്പിനെ വിഗണിച്ച് ഒരു സ്ത്രീ, ഭാര്യ അന്തിയുറങ്ങിയാൽ ലഅനത് ഹൽ മലായികതു ഹത്താ തർജി, അവർ ഭർത്താവിൻ്റെ വിരിപ്പിലേക്ക് മടങ്ങി വരുന്നത് വരെ മലക്കുകൾ അവളെ ലാനത്ത് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. ഇതുപോലെ ഹദീസുകൾ പലത് ഈ വിഷയത്തിലുണ്ട്, മലക്കുകളുടെ ലാനത്തുമായി ബന്ധപ്പെട്ട്. ആയത്തിൽ പറഞ്ഞതുപോലെ ലാനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ എന്ന പ്രയോഗത്തിൽ തിരുമൊഴികളും വന്നിട്ടുണ്ട്. സഹ്ൽ ഇബ്നു ഹുനൈഫിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലേക്ക് ചൂണ്ടി അൽ മദീനത്തു ഹറമുൻ, മദീന ഹറമാകുന്നു. ഫമൻ അഹ്ദസ ഫീഹാ ഹദസൻ ഔ ആവാ മുഹ്ദിസൻ, മദീനയിൽ ഒരാൾ ഒരു ബിദ്അത്ത് ചെയ്താൽ, അല്ലെങ്കിൽ ബിദ്അത്ത് ചെയ്യുന്നവന് അഭയം നൽകിയാൽ, അല്ലെങ്കിൽ ഒരു ശിക്ഷാർഹനായ കുറ്റവാളിക്ക് ആ ശിക്ഷാവിധി ഏൽക്കുന്നതിനെ തൊട്ട് അഭയം നൽകിയാൽ ഫഅലൈഹി ലാനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, അള്ളാഹുവിൻ്റെ ലാനത്തും മുഴുവൻ മലക്കുകളുടെ ലാനത്തും മുഴുവൻ ജനങ്ങളുടെ ലാനത്തും ഉണ്ടായിരിക്കും എന്നാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അപ്പോൾ വയൽഅനുഹുമുല്ലാഇനൂൻ, പൂഴ്ത്തിവെപ്പുകാരെ, ലാനത്ത് ചെയ്യുന്നവർ എല്ലാം ലാനത്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ആരാണ് ഈ അല്ലാഇനൂൻ? വിശുദ്ധ ഖുർആനിലും തിരുമൊഴികളിലും ആ വിഷയത്തിൽ വന്ന വിവരണമാണ് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായത്. എന്നാൽ ഇവരിൽ പരിമിതമല്ല അല്ലാഇനൂൻ എന്നവരുടെ ഗണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, ഫൽ മുർസദൂന ലിൽ ഇൽം അലൈഹിം ഹിഫ്ളുദ്ദീൻ വ തബ്ലീഗി, വിജ്ഞാനത്തിൻ്റെ സംരക്ഷണ നിരീക്ഷണ ചുമതലയുള്ളവർ, അലൈഹിം അവരുടെ മേൽ ബാധ്യതയാണ് ഹിഫ്ളുദ്ദീൻ, ദീനിനെ സംരക്ഷിക്കുക, കാക്കുക എന്നുള്ളത്, വ തബ്ലീഗിഹി ദീനിനെ എത്തിക്കുക എന്നുള്ളതും. ഫൈദാ ലം യുബല്ലിഗൂഹു, അവർ ഈ ദീനിനെ എത്തിച്ചിട്ടില്ല എങ്കിൽ, ഔ ദയ്യഉ ഹിഫ്ളഹു, ദീൻ സംരക്ഷിക്കുന്നതിനെ അവർ പാഴാക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, കാന ദാലിക മിൻ അഅ്ളമി ദുൽമി ലിൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളോട് ചെയ്യുന്ന കൊടിയ അക്രമമായിരിക്കും. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം നമ്മുടെ ഈ വചനമാണ് ഓതിയത്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, ഫഇന്ന ദററ കിത്മാനിഹിം, കാരണം ഈ ആളുകളുടെ മറച്ചുപിടിക്കൽ, പൂഴ്ത്തിവെക്കൽ, ബയ്യിനാത്തിനെയും ഹുദയെയും പൂഴ്ത്തിവെക്കൽ, മറച്ചുപിടിക്കൽ, തഅദ്ദ ഇലൽ ബഹായിമി വഗൈരിഹിം, അത് മൃഗങ്ങളിലേക്ക്, മൃഗങ്ങളല്ലാത്തവരിലേക്ക് വിട്ടുകിടക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞാൽ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെയും സന്മാർഗ സന്ദേശങ്ങളായ വിജ്ഞാനങ്ങളെയും പൂഴ്ത്തിവെക്കുമ്പോൾ അതിൻ്റെ വിനയും അപകടവും മൃഗങ്ങളിലേക്കും മറ്റും എത്തുമെന്നുള്ളതാണ്. മൃഗങ്ങൾ വരെ അതിനാൽ ദ്രോഹിക്കപ്പെടും. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, ഫലഅനഹുമുല്ലാഇനൂന ഹത്തൽ ബഹായിം, അതുകൊണ്ട് തന്നെ ലാനത്ത് ചെയ്യുന്നവരെല്ലാം ഈ പൂഴ്ത്തിവെപ്പുകാരെ ലാനത്ത് ചെയ്യും, മൃഗങ്ങൾ വരെ, മിണ്ടാപ്രാണികൾ വരെ എന്നാണ്. അപ്പോൾ വിഷയം ഏറെ ഗൗരവപ്പെട്ടതാണെന്ന് ഒന്നുകൂടി തെളിയുന്നു. മൃഗങ്ങൾ, മിണ്ടാപ്രാണികൾ ലാനത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്കും അള്ളാഹുവിനോട് തേട്ടവും അള്ളാഹുവിന് നേരെ വിളിയുമുണ്ട്. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ,
ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറിൽ ഭൂമി മഴയില്ലാതെ വരണ്ടാൽ, വരൾച്ച വ്യാപകമായാൽ, കാലത്തിൽ ബഹായിം മിണ്ടാപ്രാണികൾ പറയും, ഹാദാ മിൻ അജലി ഉസാത്തി ബനി ആദം, മനുഷ്യരിലെ പാപികൾ കാരണത്താലാണ് ഈ വരൾച്ചയും വറുതിയും. ലഅനല്ലാഹു ഉസാത്ത ബനി ആദം, മനുഷ്യരിലെ പാപികളിൽ അള്ളാഹുവിൻ്റെ ലാനത്തുണ്ടാകട്ടെ. ഇമാം മുജാഹിദിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു നിവേദനം, അദ്ദേഹം വയൽ അനുഹുമുല്ലാഇനൂൻ എന്ന ആയത്ത് ഓതിയിട്ട് ഇവിടെ ഈ ലാനത്ത് ചെയ്യുന്നവർ ആരാണ്? ദവാബുൽ അർദ്, ഭൂമിയിലെ ഇഴജന്തുക്കളും കന്നുകാലികളുമാണ് എന്നാണ് പറഞ്ഞത്. ഇമാം അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ല ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞത്, ഈ ലാനത്ത് ചെയ്യുന്നവർ ആരാണ്? അൽ ജിന്നു വൽ ഇൻസു വകുല്ലു ദാബത്തിൻ എന്നാണ്. ജിന്നുകളാണ്, മനുഷ്യരാണ്, എല്ലാ ഇഴജന്തുക്കളും മിണ്ടാപ്രാണികളുമാണ് എന്നാണ്. അപ്പോൾ സഹോദരന്മാരെ, എത്ര ഗൗരവമാണ്, എത്ര കഠോരമാണ് ഈ ഒരു പൂഴ്ത്തിവെക്കലിൻ്റെ, ഒളിപ്പിക്കലിൻ്റെ, മറച്ചുപിടിക്കലിൻ്റെ ഈ ഒരു വിഷയം. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഈ ഒരു കുറ്റകൃത്യം. ഇതൊരു വൻപാപമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും സന്മാർഗ സന്ദേശങ്ങളായ വിജ്ഞാനങ്ങളും അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും വ്യക്തമായിട്ടും അത് പൂഴ്ത്തിവെക്കുകയും മറച്ചുപിടിക്കുകയും ചെയ്യുന്നവർ, അത് വ്യക്തമാക്കേണ്ട, പ്രകടിപ്പിക്കേണ്ട, അവതരിപ്പിക്കേണ്ട, സാക്ഷ്യം വഹിക്കേണ്ട സന്ദർഭവും സാഹചര്യവും ഉണ്ടായി, സന്ദർഭവും സാഹചര്യവും ആവശ്യപ്പെട്ടു, തേടി, എന്നിട്ടും പൂഴ്ത്തിവെക്കുന്ന, മറച്ചുപിടിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ അത്തരക്കാരുടെ മേൽ ലാനത്തുണ്ടാകാൻ തേടൽ അനുവദനീയമാണെന്നറിയിക്കുന്ന വചനമാണ് നമ്മുടെ ഈ വചനം. വ്യക്തികളെ നിർണയിച്ചല്ല, പ്രത്യുത ഈ പ്രവണതയും സ്വഭാവമുള്ളവരെ പൊതുവിൽ ലാനത്ത് ചെയ്യൽ, അവരുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള ലാനത്ത് അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ ദൂരപ്പെടാൻ, അകറ്റപ്പെടാൻ അർത്ഥിക്കൽ അനുവദനീയമാണ് എന്നതിൻ്റെ ലക്ഷ്യമാണ് ഈ വചനം എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഒരു സുപ്രധാന വിഷയം ചില ചരിത്രങ്ങളോടൊപ്പം നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. അത് ഈ ആയത്ത് അവതീർണമാകാൻ ഒരു കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആ കാരണത്തിൽ പരിമിതമാണോ ഈ ഒരു വിഷയം? അതല്ല, സമാനമായ കാരണങ്ങളുണ്ടായാൽ അവിടേക്കൊക്കെ ഈ ആയത്തിൻ്റെ വിധിയും വിഷയവും ബാധകമാണോ? ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ ചരിത്രങ്ങൾ തുടർന്ന് പഠിക്കാം, മനസ്സിലാക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ